അമ്മ ഇന്നലെ വൈകിട്ട് സാബുവിൻ്റെ അങ്ങ് കിടന്നത്. ഇന്നലെ അവിടെ പോയിട്ടിങ്ങ് പോകുന്നില്ലായിരുന്നു. അപ്പോൾ രാവിലത്തെ അവിടുത്തെ പ്രതികരണങ്ങൾ എന്നതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സാബുവിൻ്റെ വീടല്ലേ? സാബുവിൻ്റെ വീടല്ലേ ഇത്? ആ, പിന്നെ അവരെല്ലാവരും കൂടെ അല്ലേ താമസിക്കുന്നേ? ആ, അത് ഇവിടെ പെര പണിതല്ലേ? ഇവിടെ പെര പണിതല്ലേ? ആ, വർഷം കുറേ ആയി. അയ്യോ ഇല്ലേ? അയ്യോ, ആണോ? കഷ്ടം. വീട്ടിൽ പറഞ്ഞാൽ ആരും ഇല്ല, തല മാത്രമുള്ളൂ. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. കാരണത്തെ കുറിച്ച് എങ്ങോട്ടും പോകത്തില്ല. ഇല്ലേ? അതിനൊരു പണി എടുക്കാനും പറ്റിയില്ല, ഒന്നും ചെയ്യാനും പറ്റിയെന്നതല്ല. പിന്നെ ആരാ? പിന്നെ വീണ എവിടെ ഉണ്ടെങ്കിൽ അവൾ വല്ല ഒന്ന് കൊടുക്കും, അല്ലാതെ ആരും. പിന്നെ പെണ്ണുങ്ങൾക്ക് അവർ ഒന്ന് വന്ന ആരും ഇല്ലല്ലോ. ഓരോരുത്തർ ഓരോ കാര്യത്തിന് പോകും. പിന്നെ എങ്ങനെയാ തൊല്ല എവിടെയാ മനേട്ടനെ? അത് ഇനിയല്ല, എനിക്കത് മുളച്ചിരിക്കണം. മാങ്ങ കാഴ്ച മാവ് പൂക്കാന്നല്ലേ ഉള്ളൂ. കായ്ക്കാൻ വന്നേ ഉള്ളൂ. ആ, മാവ് പൂക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. മകരമാസത്തോടെ പൂത്ത് വരുന്നേ ഉള്ളൂ. പൂത്ത് വരുന്നു. മോള് ഞാൻ വന്നേ. ഞാൻ വന്നേ അടുത്ത നാളെ കണ്ടിട്ട് ചാടിലിരിയടി അമ്മയുടെ. ഒന്നിച്ചിട്ട് വർത്താനം പറഞ്ഞു. നമ്മുടെ ചെയ്ത് വർത്താനം പറയടി. എന്നെ മാളെ ഇപ്പൊ കളിക്കൂടെ പട്ടമുണ്ടല്ലേ? ആ, പോകാൻ തുടങ്ങിയ മോളിപ്പോ എത്രയില്ല? PDC ആണോ? ആ, അത് കഴിഞ്ഞപ്പം പിന്നെ നേരത്തെ പഠിക്കാൻ പോകുമായിരിക്കും അല്ലേ? എളുപ്പമാണോ പഠിത്തമൊക്കെ? പേരറിയാമോ? പേര് പേരറിയാ? പേര് പേര് പിന്നെ പേരോ? അവിടെ പേരൊക്കെ ഉണ്ട്. അതൊക്കെ പറയാം. വലിയ പാടുള്ള പേരൊന്നുമല്ല. എങ്ങനെയാ മോളെ ഇപ്പം വിളിക്കണേ? നേരത്തെ വിളിക്കണൊക്കെ മറന്നു പോയേ. മോളെ എങ്ങനെ വിളിച്ചോട്ടാ ഇരിക്കണേ ഇപ്പൊ? എഞ്ചലിന്ന്. അത് വിളിക്കാൻ ഒരു പാടവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. അക്ഷരം കുറവാ. പുതിയ ഭാഷയിലൊക്കെ ഇപ്പം വലിയ പാടാ. വിളിച്ചാൽ തിരിയല്ല, ഒച്ചക്കൊന്ന് കുഴഞ്ഞു പോവുക. അവള് പഠിത്തമൊക്കെ കഴിഞ്ഞോ? 10ന് ജയിച്ചോ? ഇപ്പൊ PDC ആണോ? അത് ശരി. PDC എവിടെയാ പഠിക്കണം? കോസമല്ലൂര്. അവന് എത്രയില്ല? ഡിഗ്രിയാ. അവനെവിടെയാ പഠിക്കണേ? പാലായില. അവര് ഗവൺമെന്റ് പള്ളിക്കൂടാണോ? ആണോ? അല്ലേ? പ്രൈവറ്റായിട്ട് നടത്തുന്നതാ. അപ്പൊ അതിനൊക്കെ നല്ല കാശ് കൊടുക്കണോ? കാശ് കൊടുത്താലും കുഴപ്പമില്ല. പഠിച്ച് രക്ഷപ്പെട്ടാലോ? രക്ഷപ്പെട്ടു പോകാനാ വിഷമം. പഠിച്ച് അവർക്കൊക്കെ എന്നാ വിശേഷമൊക്കെ? വിശേഷമൊന്നുമില്ലല്ലോ. ഇപ്പൊ എത്രയിലാ പഠിക്കുന്നത്? PDC ആയോ? ഈ ശകലം പോലും വളർന്നിട്ടുമില്ല, മുഴുത്തിട്ടുമില്ല. ആണോ? ആഹാ, ഉണ്ടായ പോലെ ഇരിക്കുവല്ലേ? നേരത്തെ ഞാൻ കാണുമ്പോൾ തന്നെ ഒരു മാറ്റവും വന്നില്ല. ശരീരം കൊണ്ടും ഇല്ല, പൊക്കം കൊണ്ടും ഇല്ല, വണ്ണം കൊണ്ടും ഇല്ല, ഒന്നുമില്ല. ഇന്നലെ കണ്ടതുപോലെ തന്നെ വെക്കുകയല്ല, എനിക്കറിയാം. ഇന്നലെ കണ്ടതുപോലെ തന്നെ ഇരിക്കുവല്ലേ? എന്നാ വാക്കോ വിശേഷമൊക്കെ? എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഒന്നുമില്ല. ഭക്ഷണം എല്ലാ കൂട്ടം കഴിക്കാവോ? അത് മതി. ഭക്ഷണം കഴിക്കാൻ തന്നെ സമാധാനമാണ്. പേപ്പർ തേണ്ട കിടക്കണം. ഇതൊക്കെ എടുത്തു പോയി
ഇത് വായിക്കാൻ ചെക്കുന്ന വായിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ടോ പേപ്പർ അതിൽ എത്ര പേരെ ഇരിക്കുന്നത് അവൻ്റെ ഞാന് സുഖാണോ? സുഖാണോ? എന്നാ സുഖം മാറ്റാനാണ് പ്രായമായി വരുവല്ലേ ഒന്നും വേല പണിയെടുക്കത്തുമില്ല നടക്കത്തുമില്ല എല്ലാം ഒന്നും സാമാന്യം ഒന്നും കഴിക്കത്തുമില്ല ഇച്ചിരി വല്ലതൊക്കെ എന്താ തൊട്ട് മത്തി തിന്നാ കഴിക്കാവുന്നു ഇച്ചിരി എന്തെങ്കിലും എടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ക്ഷീണം ഇതിലെയൊക്കെ വന്നിട്ട് എത്ര നാളായെന്ന് പറയാൻ പറ്റും ഓർക്കണ പോലും ഭഗവാൻ ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഒന്ന് ഏതാണ്ട് ഇടയ്ക്കൊന്ന് വന്നിട്ടും പോയതാണ് അത് പിന്നെ വന്നിട്ടില്ല അവിടെ സമയമില്ല പിള്ളേർ സ്കൂളിൽ പോകും പിന്നെ ആരാ അമ്മയെ കൊണ്ടൊന്നും അതിനെ കൊണ്ടൊന്നും പറ്റത്തില്ല ഒരു വല്ല വെച്ചിട്ട് എടുക്കണമെങ്കിൽ അതിനെല്ലാം പുറകെ ആളെ എന്നില്ല ഒട്ട് കാര്യം നടത്തി ചൊറിഞ്ഞു വന്നോട്ടോ എടുത്താൽ ഒക്കുമില്ല ഇതെല്ലാം ഒരു വകയാണ് അതിന് മക്കളുമായിട്ട് വഴക്ക് പറയാം കൂടുതൽ അങ്ങനെ വരും എടുത്തു വരുമ്പോൾ എന്താ ഒത്തിയല്ല ഭക്ഷണമായാലും കൊള്ളാം വസ്ത്രമായാലും കൊള്ളാം എന്നാ സാധനമായാലും ഒക്കെ ഒരു വകയാണ് അങ്ങനെയാണ് അതിന് പ്രായമായില്ല അതിന് ഓർമ്മയില്ല ഒരു കാര്യത്തിനും 19 വയസ്സോളം ആയില്ലേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റിയില്ല ഇനിയിപ്പോൾ നമ്മൾ വല്ലതൊക്കെ നടന്ന് ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ തുണി അലക്കാനോ ചെയ്യാനോ ഒന്നും സാധ്യമായി ഒന്നും മേല ഓർമ്മയില്ല 70 വയസ്സ് കാണും അത്രയുള്ളോ അത്രയുള്ളോ അത്രേ ഉള്ളോ അത്രേ കാണുള്ളൂ രണ്ടാമത്തെ ആളല്ലേ അവള് മൂന്നല്ല അങ്ങോട്ട് ആണുങ്ങൾ രണ്ടുപേര് വേളയതാണ് അവിടെ നിൽക്കുന്ന പുള്ളിക്കാറ്റ് അന്നമ്മ അന്ന് പുള്ളിക്കാറ്റല്ല എല്ലാം അവിടെ ഉള്ളതിൽ ഏറ്റവും മൂത്തതായിട്ട് അവിടെ ഉണ്ടായിരുന്നത് വീട്ടിൽ ഓർക്കണില്ല ചേച്ചി വലിയ ചേച്ചി അല്ല ചേച്ചിയെ കെട്ടിച്ച് വിട്ടില്ല വലിയ ചേച്ചിക്ക് സുഖം വലിയ ചേച്ചിക്ക് കെട്ടിച്ച് വിട്ടിട്ട് ഇവിടെ അങ്ങനെ ഒന്നും നിന്നിട്ടുമില്ല അതാ ഒരിക്കലും സമയമില്ല പിന്നെ വല്ല അത്യാവശ്യ കാര്യത്തിന് മാത്രം ഒന്ന് വന്നേച്ചു ഒരു ദിവസമോ 1.5 ദിവസം തീർന്നിട്ട് പോകും പിന്നെ അവിടെ എടുപ്പതും പിടിപ്പതും ജോലി ആവുക്കുണ്ടായിരുന്നു വലിയ ചേച്ചിനെ എവിടെയാ കെട്ടിച്ചേക്കണേ എവിടെയാ കെട്ടിച്ചേക്കുന്നത് എവിടെയാന്ന് ആരെയാ വലിയ ചേച്ചിനെ വലിയ ചേച്ചിനെ അവിടെ കെട്ടിച്ചിരിക്കണം എവിടെ താമസിക്കുന്ന എവിടെയാ സ്ഥലം അതിന്റെ പേരൊക്കെ മറന്നുപോയി എവിടെയാ മണ്ണക്കനാട് ഉപ്പന്തറയിലോ മണ്ണക്കനാട് മണ്ണക്കനാട് എവിടെയാ മണ്ണക്കനാട് മണ്ണക്കനാടോ ആ അല്ലേ അവിടെ ഒന്നുമില്ല അല്ലേ ഇവിടെ 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 കുറുപ്പന്തറ ജോലി ചെയ്യുന്ന ചെക്കന്മാരെ ഇപ്പോഴും വിവീനെ വിവാനം എന്നായിവ അവന് വിവീനെ വിവാനം എന്നായിവ വീന് വിവാനം അവിടെ എന്നായിവ അവളും ഓരോരുത്തരും ഓരോന്നും ചെയ്തോണ്ടിരിക്കും കളിയും കൂട്ടുമൊന്നുമില്ല കാര്യമായിട്ടില്ല വിവീന അവിടെ ഉണ്ടോ വിവീന പിന്നെ വഴക്കും അവർ രണ്ടുപേരും കൂടെ അടുത്ത വിനായും അവനും കൂടെ അവളും വിവാനം കൂടെ അടുത്ത അവർ തമ്മിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചേരിയല്ല അങ്ങനെയുണ്ട് അല്ലാതെ മറ്റു കുഴപ്പമൊന്നുമില്ല വിവാനിപ്പം പഠിച്ചെല്ലാം ഒന്ന് ജയിച്ച് കഴിഞ്ഞെങ്കിൽ സമാധാനമുള്ളൂ
രാജത്തോടത്തേക്കാരുടെ വീട് ആ അവിടെ കാണുന്നതല്ലേ. ഇവിടെ വന്നാൽ കാണാം. എത്ര നാളായി അവിടേക്കൊന്ന് പോയിട്ട്. പോകാൻ നേരമില്ല, നടക്കാനും വേണ്ട. പിന്നെ ഒരു വഴിക്ക് പോയച്ച് വന്നാൽ പിന്നെ ഒരു കാര്യം നടക്കുകയില്ല. ആ തിരി കത്തിച്ച് വെച്ചാണ് അവനെ. ഞാൻ പോവാണേ. ഞാൻ ഇവിടെ ഇരിക്കണേ. എന്നെ കയറി അത്രയും വെള്ളം താഴെ പോയി. ഞാൻ പോക്കട്ടെ, ഞാനങ്ങ് പോവാ വീട്ടിലോട്ടാ. ആ അപ്പോൾ ആ നീ ഇവിടെ കിടക്കുമല്ലേ? നീ ഇവിടെ കിടക്കുമല്ലേ? പിന്നെ ഇവിടെ കിടക്കുന്നതിന് ആ എവിടെയാലും ഒന്ന് കിടക്കാൻ പോരാ. ആ അത് മതി. ഇതെന്റെ മകനല്ലേ, പിന്നെ ഇപ്പം എനിക്ക് പിന്നെ ആ, അല്ലേ പറഞ്ഞേ. കടക്കാരുടെയും പോയി കിടക്കണ്ടല്ലോ. ഉണ്ടാ ഉണ്ടാ. ഇതേവരെയും കിടന്നിട്ടുമില്ല. സ്വന്തം മക്കളുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഓരോന്നും ഒരാളെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ വേറൊരാളുണ്ടാവും അന്നാരം. അങ്ങനെ വിഷമമില്ല. അത് കാരണം മറ്റുള്ളവരൊക്കെ എന്തായിട്ട് ചെല്ലണ്ട. ഇവിടെ കിടന്ന് ഒന്ന് ഉറങ്ങുമോ? ഒന്ന് ഉറങ്ങുമോ? എന്തോ ഒന്നേ ഉറങ്ങുമോ? ഇല്ല. ഉറക്കേ ഒന്ന് ഉറങ്ങുമോന്നാ ചോദിച്ചേ. ഇവിടെ കിടന്ന ബന്ധോ ഒന്ന് ഉറങ്ങുമോന്ന്? ഉറങ്ങുമോന്ന്? കൊന്തയോ ഉറക്കം. ബന്ധോ ഉറക്കം വരുമോ? എന്നതാ ഈ പറയണേ? ഉറക്കത്തിന്റെ കാര്യം ചോദിച്ചേ. ബന്ധോ ഉറക്കം. ഉറക്കേ പറയണേ. എന്നാ ബന്ധം? ഉറക്കം വരുമെന്ന്. ഇവിടെ കിടന്നാ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകണം. ചേട്ടനിയന്മാരും ചാർത്തേനീറ്റമാരും ഒക്കെ ഇല്ല. പിന്നെ എന്നാ ബന്ധം? വേറെ എന്നാ ബന്ധം? ബന്ധത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. ഏ ബന്ധത്തിന്റെ കാര്യമല്ല പറഞ്ഞ, വേറെ കാര്യാ പറഞ്ഞേ. അമ്മ കിടന്ന് ഉറങ്ങുമെന്നാ ചോദിച്ചത്. ഉറങ്ങുമെന്ന് ഉറങ്ങാന്ന്? അമ്മ ഇവിടെ കിടന്നാൽ ഉറങ്ങുമെന്ന്, അമ്മയ്ക്ക് ഉറക്കം വരുമോന്ന് അവൻ ചോദിച്ചത്. ആരാ? അവൻ ചോദിച്ചു രോമൻ. ഓ ഉറക്കത്തിനൊന്നും കുഴപ്പമില്ല. ആ അമ്മ ഉറങ്ങും, ഇവര് ഉറക്കില്ലല്ലേ? ഞാൻ എത്ര നമ്മൾ ഓരോ സ്ഥലത്തോടെ മാറി മാറി രണ്ട് മൂന്ന് മക്കളുടെ സ്ഥലം വഴി മാറി താമസിച്ചു. ആ അത് നേരാ. നേരത്തെ ഉറങ്ങി ഞങ്ങളുടെ ഏറ്റവും നല്ലതായിരുന്നപ്പോഴൊക്കെ അവിടെ കിടന്നുള്ളത്. ആ അതെ അതെ. രണ്ടും വേറെ ഏത് മക്കളുടെ കൂടെയാ പോയെ? ഒരിടത്ത് തന്നെ കിടന്നാന്ന് പറ്റുമോ? അവർക്കും അവിടെ ആളില്ലാരും ഒരു കൊച്ചുങ്ങളൊക്കെ ആകുമ്പോൾ. ഞാൻ പോവാണേ. ഞാൻ പോവാ അങ്ങോട്ട്. ഞാൻ വീട്ടിലോട്ട് പോവാന്ന്. നീയോ പോവാണോ? ചെല്ലും. ആ പോവാ. സ്വന്തം അതിനകത്തിട്ടാ മതി അമ്മേ. അവരെ അയച്ചപ്പോൾ കേട്ടു. അവര് അയച്ചു കൊട്ട. എല്ലാരും എടുത്ത് നോക്കിയെന്നെ മോള്. അവർക്ക് ഇഷ്ടപ്പെടുകയല്ല ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയി കിടന്നിട്ടുണ്ടെങ്കിൽ. ആണോ? ആർക്ക്? ആർക്ക്? മക്കൾക്ക്, കുഞ്ഞു മക്കൾക്ക്. ആണോ? ആ അച്ഛ ഞാനെല്ലാം പറഞ്ഞാൽ അതിനെല്ലാം തത്തലേ പറയും. പറഞ്ഞാൽ കേൾക്കുമില്ല, അനുസരിക്കുകയില്ല. ഇവിടെ തീ കത്തിക്കണമെന്ന് കേൾക്കാം. ആ ജനലാ കൂടെ കാണുന്നു. ജനലിനകത്ത് കൂടെ കാണുന്നു. പിന്നെ അതാരമ്മ പോയെ? അതാരാ ഇപ്പം ഇതിൽ പോയെ? ഇപ്പം ഇതിൽ പോയതാരാ? ആ അറിയത്തില്ലേ? എനിക്കറിയത്തില്ല. ആണോ? പലരും ഉണ്ട്. വരും അയലോക്കത്തൊക്കെ കിടക്കുന്നവർ. ആ അത് ഏതൊക്കെ എന്തൊക്കെയാണെന്ന് എല്ലാം പിടിയില്ല. ആ വീട്ടിലോട്ട് പോട്ടെ. പോവാണോ? വീട്ടിലോട്ട് പോവാണോ? ഇവിടെ കിടക്കുമെന്ന് പറഞ്ഞു. ഇവിടെ കിടക്കുമെന്ന് പറഞ്ഞത്. കിടക്കാം. വീട് ഇവിടെ അടുത്തല്ലേ? വീടെവിടെയാ? വീടെവിടെയാ? എന്നാ വീടെവിടെയാ? ഇവിടെയല്ലേ? ആ അതല്ലേ
അതോ? അതല്ലേ? അതല്ല, അതാരുടെയാ? അത് കുഞ്ഞേപ്പിന്റെ വീടല്ലേ? കുഞ്ഞേപ്പിന് ആ. കെട്ടിയില്ലേ? ആ, ആ, അത് കണ്ടിട്ടില്ലേ? കുഞ്ഞേപ്പ് കൂടെയാണ് താമസിക്കുന്നത്. ആ, അത് ശരി. അവന് എത്ര പിള്ളേരുണ്ട്? 2 പേര്. ആണും പെണ്ണോ? ഉം. അവനിപ്പോഴും ജോലിയുണ്ടോ? ആർക്കാ? ഇല്ല. ഇല്ല. ആ, പെൻഷൻ പറ്റിയോ? ആ. ഈ എൻ്റെയൊക്കെ അടുത്ത പയ്യാന് നമുക്ക് താമസിക്കുന്നത് എന്താ ജോലിയാ? അതില്ലേ? ആ വീട് കണ്ടില്ലേ? ഒരു കൂടിയോ? ആ, ഈ കാണുന്ന വീട് കണ്ടില്ലേ? ഈ താമസിക്കുന്നല്ലോ ആണോ? പിന്നെ ആടെയാ പിന്നെ അത്? ഏ? പിന്നെ ആടെയാ അത്? അതാ കുഞ്ഞേപ്പിൻ്റെ അല്ലേ കെട്ടിക്കല്? ആ, അതന്നെ. ഏ? ആ, ഇവിടെ പെരപ്പെടുത്തതാ താമസിക്കാനോ? ഉം. ഇപ്പൊ അതിന്റെ പത്തൊത്തേക്ക് ജോലി ഇപ്പോഴും ഉണ്ടോ? അത് ജോലിയൊന്നും ഇല്ലല്ലോ. ഏലിയാമ്മയല്ലേ? ഏലിയാമ്മയല്ലേ? ആ, ഏലിയാമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. നേഴ്സല്ല അല്ല. ഒന്നുമില്ലേ? നേരത്തെ നേഴ്സാണോ? ഇല്ല. പിന്നെ പിന്നെ? കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ആര്? ലതീഷിന്റെ ആളെ അത് ഷൈബിയല്ലേ? നേഴ്സ് ഷൈബിയാ. ഷൈബിയാന്ന്. ആൻറ്റിക്ക് തന്നെ ജോലിയൊന്നുമില്ല. ജോലിയില്ലേ? ലതീഷിന്റെ ഇപ്പൊ എന്നാ ജോലി? ജോലിയൊന്നും ഇല്ലെന്നേ. വീട്ടിലെ പണി. ഉപയോഗിച്ചില്ലേ? വീട്ടിലെ പണി. അതാ. വീട്ടിലോട്ടെ? ആ, പോയേക്കാം വാ. എന്നാ പോയേക്കാം വാ. പോകണ്ടെന്ന് പോയേക്കാന്നേ. വേണമെന്നോ? കിടക്കുന്നില്ലേ? വേണ്ടെന്നോ? ഇത് കിടക്കുന്നില്ലേ? നീ പോകുന്നുണ്ടോ? ഞാൻ പോരുവാ. ആണോ? ആ ആ, എന്നാ ഞാനും പോരാ. ആ ഒന്നിച്ചങ്ങ് പോയേക്കാം. ആ എന്നാ വാ. പിന്നെ എല്ലാം നാളെ ബുദ്ധിമുട്ടണ്ടേ? എന്നാ വാ. വാ. ആ. ഏ? ഓടെ എവിടെ നിന്നോ? എന്നാ? ഇവിടെ നിന്നോ? ആ, അതിനിപ്പോ എന്തായാലും പിന്നെ വരാതിപ്പം അവൻ ഇവിടെ അങ്ങ് പോവാന്ന് പറഞ്ഞു. ആ കൂടെ അങ്ങ് പോവാ വീട്ടിലോട്ട്. നാളെ പോവാ. നാളെയോ? ആ, നാളെയാണ് അണ്ടാ പൊക്കോട. ആ നാളെയാ. ആണോ? എന്നാ ഞാൻ പോവാ. അത് 12 രൂപ കുറേ ആയിക്കോളും. ആ, കുറച്ച് രൂപയൊക്കെ ആയി. കൊച്ചു സന്ധ്യയാകുമ്പോൾ അങ്ങ് വീട്ട് അങ്ങോട്ട് എഴുതുവാണോ? കാരണം അത് ഇവിടെയാണോ? ഇവിടെയാ. ഏ? ഇവിടെയാ. ആ, അത് മതി. വെറുതെ എന്തിനാ അല്ലാത്ത ആവശ്യമില്ലാതെ ഇതിലേക്ക് വിടണം. ആ, അവിടെ എത്രയല്ല നമ്മളോട് പഠിക്കണേ? ഏഞ്ചലോ? ആ, ഏഞ്ചൽ PDC. PDC ആണോ? ആ, അത്രയായോ? അത്രയായി. അതിന് പഠിക്കാൻ നല്ലപോലെ ഉണ്ട്. അതെ. ചരിത്രത്തിക്കാരെ അവിടെ റബ്ബറൊന്നും വെട്ടില്ലേ? ഇല്ലമ്മ, അവിടെ ഇപ്പം അവരാരും റബ്ബറൊന്നും നോക്കുന്നില്ല, കൃഷിയൊന്നും നോക്കുന്നില്ല. റബ്ബർ വെട്ടൊന്നും ഇല്ലെന്ന് ഇല്ല. തോന്നുന്നു. പിന്നെ പൈസ കൊണ്ടോ? ജീവിക്കാൻ പണമുണ്ടോ? അതിപ്പം അവരുടെ മകൾ ഓസ്ട്രേലിയയിലുള്ളതൊക്കെ പൈസ അയച്ചു കൊടുക്കുമല്ലോ. ഓസ്ട്രേലിയയിലുള്ള മകളില്ലേ? ഓസ്ട്രേലിയയിലെ കുഞ്ഞമ്മയുടെ മകള് ഓസ്ട്രേലിയയിലില്ലേ? അവർ പൈസയൊക്കെ അയച്ചു കൊടുക്കുമായിരിക്കും. പിന്നെ അയച്ചു കൊടുക്കോ? പിന്നെ ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട്. തള്ളയും പെണ്ണും അവിടെയാണോ? ആ, ആണോ? തള്ളയും പെണ്ണും പോയി. പെണ്ണിനെ കൊണ്ട് ഒരു ഇതിലാക്കിയിട്ടുണ്ട്, ഒരു മഠത്തിലാക്കി. ആ, അതിനെ പെണ്ണിനെയോ? ആ, അതിനാ? അതിനെ ഇപ്പം ഇവിടെ നോക്കാം, അതിന് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട്. ഇവിടെയാ? ആ, അപ്പം അതിനെ കൊണ്ട് അങ്ങോട്ടാക്കി. പിന്നെ ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം അതിന് മാത്രം നോക്കണ്ടല്ലോ. ആ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ അലക്കൊക്കെ ചെറുപ്പമല്ലേ, അത് അലക്കൊക്കെ വിളിയല്ലേ. ആ, പിന്നെ എന്തിനാ പുറത്ത് കൊണ്ട് കിടത്തും? പുറത്ത് എവിടെയോ? മഠത്തില്. ആ, എന്നാൽ മഠത്തിലോട്ട് ചേരുമായിരിക്കും. അതാ നല്ലത്. അതെ.
ഒരു കൊരുത്തം കാണിക്കണേ എന്താ സാവല്ലേ മാവിന് ഇത് അടിക്കുക. അതിനകത്ത് വെള്ളം മേടിക്കുക. ആ, കൂമ്പ് കരിയാതിരിക്കാൻ അടിച്ചു കൊടുക്കുക. കുളിക്കാനായിട്ട് ആവി എടുക്കണം. നമുക്ക് വിളിക്കണോ ഇപ്പം? അപ്പോൾ ഭയങ്കര ആവിയാണ്. കാര്യം വലിയ വെയിലൊന്നും ഇല്ലെങ്കിൽ അവിടാണ്ടൊക്കെ പറിച്ചെടുക്കുക. എന്നാ മാവിൻ്റെ പൂവ്. മാവിൻ്റെ പൂവ്. ആ അതെന്തിനാ? ആ, അത് കരിഞ്ഞതൊക്കെ എടുത്ത് കളയുക. അല്ല ഞാൻ പറിച്ച് കളഞ്ഞാൽ മാങ്ങ കായ്ക്കോ? ഇല്ല. വേണ്ട, ഏറ്റവും അങ്ങനെ അടച്ചിട്ടുള്ളതാണ് വലിയ കുഴപ്പമില്ല. ആ, കണ്ടും കണ്ടതെല്ലാം വന്ന് കയറി വരികയാണ്. അല്ലെങ്കിൽ ഒരു സൗകര്യം പോലും കിട്ടില്ല. അതെ. അത് മാവിൻ്റെ പൂവിന് അടിച്ചു കൊടുക്കുക വെള്ളം. പിന്നെ മാവിൻ്റെ മാങ്ങായ്ക്ക് ഇതിനൊക്കെ പോയി മരുന്നടിക്കുക. അതെ അതെ. സാവ് സാവ്. സാവ് മരുന്നടിക്കാം. മാമ്പൂവ് പോകാതിരിക്കും. മാമ്പൂവ് കൊഴിയാതെ ഉണ്ണിയായി വരുമ്പോഴത്തേനും കേടാവും. അതിന് വേണ്ടിയിട്ട് മരുന്നടിക്കുക. പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകും വേണം. അതെ. ഓരോന്നും ഉണ്ടായി കഴിഞ്ഞപ്പം കഴിഞ്ഞപ്പം നമുക്ക് അറിയത്തില്ലായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണ്. ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ഈ വൃക്ഷങ്ങളെല്ലാം ബ്ലോക്കായല്ലോ. എന്നാ പറ്റി? ഏതാ? അത് മാവാണ്. അതാ, അത് പ്ലാവ്. പ്ലാവ് കരിഞ്ഞു പോയതാ. അങ്ങനെ അടിയിൽ കഴിഞ്ഞ് ഇറങ്ങി അടി ഭയങ്കര എന്തൊരു സാധനം അത് അടച്ചു പറഞ്ഞു കൊടുക്കാൻ. 8:30 ആയതല്ലേ ഉള്ളു. 8:30 ആയതേ ഉള്ളത്. എത്രയായാലും നമ്മൾ 9:30 ആകുമ്പോൾ ഏക്കണ്ടേ ഏറ്റവും കൂടുതൽ. രാവിലെയാണോ? ആ, രാവിലെ ഓരോരോ കാര്യങ്ങൾ നടത്തണ്ടേ. രാവിലെ 9 വരെ ആരാ ഇരിക്കുന്നത്? ഗവൺമെന്റ് വേറെ ജോലി വല്ലതും ഉണ്ടോ? വേറെ ജോലി ഉണ്ടോ? വേറെ എന്നാ ജോലിയാ? അല്ല, വേറെ കൂടാതെ എന്തെങ്കിലും ഗവൺമെന്റിലുണ്ടോ? ഗവൺമെന്റിലല്ലേ ജോലിയുള്ളത്. ഏതാ? അത് അമ്മയ്ക്ക് പുതക്കാൻ വെച്ചതാ. വെച്ചിരിക്കുന്നതല്ലേ? അമ്മയ്ക്ക് പുതക്കാൻ എടുത്തതാ. നേരെ വെളുപ്പിനാകുമ്പോ നടപ്പില്ലേ? നേരം വെളുക്കാറാകുമ്പോ നടപ്പില്ലേ? കാണുമായിരിക്കും. അത് കാര്യമായിട്ടില്ല. മഴ പെയ്ത് വെള്ളമില്ലല്ലോ. മഞ്ഞെല്ലാം മാറിയല്ലോ. കഴിഞ്ഞ മാസത്തിൽ ആഴ്ച മോട്ട് പോയിട്ടല്ലേ മഴ. അന്ന് വെള്ളം അവിടെ ഇവിടെ എല്ലാം ഉണ്ടായി ഒഴുകിപ്പോയി. കഞ്ഞി കൊടുക്കാം. കഞ്ഞി കുടിച്ചില്ലെന്നേ. അയ്യോ അതിനാ കുടിക്കുന്ന ആതേ ഉള്ളു. കഞ്ഞി എടുക്കാൻ പോകുന്ന അമ്മ ഓണമുള്ളൂ. കൊടുക്കാൻ പോവാ. ആഗ്രഹിക്കാണ് അവിടെ ചെറ്റപ്പിന്റെ കിടക്കണം. കുടിച്ചിട്ട് കഴിഞ്ഞിട്ടാ കിടന്നാ മതി. പിന്നെ എന്നാ മതി ഒന്നും പറഞ്ഞാൽ നേരമുണ്ടോ? സമയം 8-9 മണിക്കൂറില്ലേ? പിന്നെ പകല് കിടപ്പില്ലല്ലോ. പകല് കിടപ്പില്ല. കിടക്കാൻ പറ്റിയായിരുന്നു. പകല് കിടപ്പൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സാരമില്ല. നേരത്തെ കൊണ്ടാർന്നല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന നേരം കൊണ്ടല്ല ഇല്ലല്ലേ. മോളെ ഞാൻ നോക്കുക. അമ്മ പിടിച്ചു വെക്കുക. ഫോട്ടോ നോക്കുക അല്ലേ? അമ്മേനെ ഫോട്ടോ എടുത്ത് പിടിച്ചു വെക്കുക. എന്നതോ ഫോട്ടോയ്ക്ക് എന്നാ പറഞ്ഞു? അമ്മ സുന്ദരി കൊച്ചല്ലേ? സുന്ദരി കൊച്ച്. ഫോട്ടോയൊക്കെ അവിടെ കൊണ്ടുപോകുന്നത് അമ്മ സുന്ദരി കൊച്ചല്ലേ? കിടക്കാൻ വെള്ളം ഞാൻ എടുത്ത് വെച്ചേക്കാം. അത് പിന്നെ പണ്ട് മേലെയുള്ള ശീലമല്ലേ, ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ട്
ചെറു ചൂടോടുകൂടി വെച്ചേക്കാം. ആ പുതപ്പൊന്ന് പുതപ്പിച്ച് കൊടുത്തേ. ചൂട് കാര്യമായിട്ട് മഴയില്ലല്ലോ. ഇല്ല. മഴയെ മഞ്ഞൊക്കെ മാറി. ഉം. തിരിച്ച് തണുപ്പില്ലാതെ കിടക്കാനും പറ്റിയ കഞ്ഞി കുടിച്ചോ? ആ കഞ്ഞി കുടിക്കാൻ പോവാ. അയ്യോ എന്നാ കഴിക്കുക. ആ ഒത്തിരി ആയില്ല. ഉറക്കം വരുന്നുണ്ടോ? ഇവിടെ കെയിന്റിങ്ങക്കാരല്ലേ? കെയിന്റിങ്ങില് ആരാ? കിണറ്റെങ്കില് ഏ? കിണറ്റെങ്കില് അമ്മ എപ്പോഴൊക്കെ ഉണ്ടോ? അപ്പനില്ല, അമ്മയേ ഉള്ളു. സ്വന്തം വീട് വീട് ഇത് തന്നെയല്ലേ? എവിടെയാ? ഇവിടത്തെ. ഇവിടെയാണോ ആ അതോ അവിടെയാണോ? ഇവിടെ. ഫാനിടണോ? ഫാനിടണോ? ഏ? ഫാനേ. ആയോ? ഫാൻ ഫാനിടണോ? ഫാൻ. ഫാനടാണ്. ആ ഫാനിട്ടോ കാറ്റ് കിട്ടുമായിരിക്കും. ആണോ? ചൂടുണ്ടോ? ചൂടെടുക്കുന്നുണ്ടോ? ഇച്ചിരി ആ ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഇത് ഉതിരക്കട്ടേലെ. ഉതിരക്കട്ടേൽ. ദൂരക്കട്ടല്ലേ? ആ ഇവിടെ താമസിച്ചോണ്ടിരുന്നു. ഇവിടെ സാബു. സാബുവിന്റെ വീടല്ലേ? നിങ്ങളൊക്കെയാ ആ കുടുംബമായിട്ട് ആ അമ്മ എപ്പോഴൊക്കെ ഉണ്ടാവും? അമ്മയല്ലേ ഇരിക്കുന്നത്. അപ്പനില്ല, അമ്മയല്ലേ ഉള്ളു. അപ്പനുണ്ടോ? അപ്പനില്ല. മരിച്ചുപോയി. ആ എന്റെ പിള്ളേർക്ക് കേട്ടോ എന്നാ പ്രായമായി? പിള്ളേരെ കണ്ടില്ലേ? ഒരാള് ഡിഗ്രി, ഒരാള് PDC. പിള്ളേരെ കണ്ടില്ല? പിള്ളേരെ ഒരാള് ഡിഗ്രി, ഒരാള് PDC. പിള്ളേരെവിടെയാ? പിള്ളേരെവിടെയുണ്ട്? ഉണ്ടോ? ആ കണ്ടില്ലേ? നല്ല ഇവിടെയുണ്ടോ? ആ എത്ര പേരുണ്ട് പിള്ളേർ? 2 പേര്. ഇവർക്ക് എന്നാ ജോലി? അത് പഠിക്കുമല്ലേ? അല്ല അവരല്ല ആ ആർന്നവന്മാർക്ക് എന്നാ ജോലി? അമ്മമാർക്ക് ഓരോ ജോലിയുണ്ട്. വീട്ടുപേരെന്നാ പറയണേ? ഉതിരക്കട്ടയില്. നിന്റെ വീട്ടുപേര് മുതലക്കെട്ടായിരുന്നല്ലേ? ആ ഈ നേരത്താണല്ലോ ഇവിടെയാണോ ആയിരുന്നത്? ആ ഇവിടെ വന്ന് കിടന്നിട്ടില്ലേ? ഇവിടെ അമ്മ വന്ന് കിടന്നിട്ടില്ലേ? അല്ല ഇവിടെ വന്ന് കിടന്നിട്ടില്ലേ? അല്ല ഇവിടെ വന്ന് കിടന്നിട്ടില്ലേന്നേ? അല്ല ഇവിടെ വന്ന് കിടന്നിട്ടില്ലേ നേരത്തെ? കിടന്നിട്ടില്ല. ആ ആരാ? അമ്മ. ഞാനോ? ആ ഇല്ല, ഇല്ലേ? ഞാൻ ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞത്. ആണോ? ഞാൻ വേറെ സ്ഥലത്താണ്. ആണോ? അമ്മ ഇന്നലെ വൈകിട്ട് സാബുവിൻ്റെ അങ്ങ് കിടന്നതേ. ഇന്നലെ അവിടെ പോയിട്ടിങ്ങ് പോകുന്നില്ലായിരുന്നു. അപ്പോൾ രാവിലത്തെ അവിടുത്തെ പ്രതികരണങ്ങൾ എന്നതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ എന്നാ പറയുന്നത്? എന്നാണ്ട് വിശേഷമൊക്കെ? എന്നാണ്ട് വിശേഷമൊക്കെ? എന്നാ വിശേഷമൊക്കെ എന്നാ ഉണ്ടെന്ന്? എന്നാ വിശേഷം? ആ നിങ്ങൾക്കൊക്കെ എന്നാ വിശേഷം? നമുക്ക് പ്രത്യേക വിശേഷമൊന്നുമില്ല. അല്ലേ? സുഖമാണ്. ആ സുഖമാണ്. അതേതാ വീട്? അമ്മയും അപ്പനും ഒക്കെ ആ അമ്മയ്ക്ക് സുഖമാണ്. ഇന്നലെ ഉറങ്ങിയില്ല എന്നറിയത്തില്ലെന്നേ ഉള്ളൂ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നടക്കത്തില്ലേ? കിടപ്പാണോ? കിടപ്പൊന്നുമില്ല. പിന്നെ എന്നാ എടുപ്പോ? അമ്മ ഇതാ ഇവിടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഭക്ഷണം കഴിക്കാവോ? പിന്നെ ആ ഇന്നലെ ഉറങ്ങിയോ? വൈകിട്ട് ഉറങ്ങിയോ? നന്നായിട്ട് ഉറങ്ങിയോ? വൈകിട്ടോ? ആ ഉറങ്ങിയാന്നോ? ആ എന്നാ ഉറങ്ങാൻ? ആയാ സ്ഥലം മാറി കിടന്ന ഉറക്കമില്ലല്ലോ. ആണോ? ഇവരെ ഉറക്കിയോ? സാവുവിനെ ലീലാവ് ചേച്ചിനെ ഉറക്കിയോന്ന്? സാവൂന്റെ ലീലാവ് ചേച്ചിനെ ഉറക്കിയോന്ന്? ഉറക്കിയോ? ആ അല്ലേ?
നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ചേട്ടൻ എങ്ങനെയാണ് ആ ആ ആ അത് ശരി. പിന്നെ നേരം വെളുത്ത് എഴുന്നേൽക്കുന്നില്ലേന്ന് ചോദിച്ചു. ആ ഉം. ആ വീട്ടിലെ ലൈറ്റ് നമ്മുടെ വീട് വരെ വരും. അങ്ങനെ ഉണ്ട്. കഴിയില്ല കാരണം ആ എന്തുമാത്രമാണ് ആ ഉണ്ട് അതാരാ നടക്കണേ? അല്ലാണ്ട് വരാം ഏ പെണ്ണുങ്ങൾ ആരാണ്ട് പെണ്ണുങ്ങൾ ആരാണ്ടാണോ? ആരാന്ന് കണ്ടുപിടിക്കുന്നില്ലേ? ഇതിൻ്റെ കെട്ടുകളാണോ എൻ്റെയോ? ആണോ? ആണോ അങ്ങനെയാണോ തോന്നണേ? അവിടെ നിൽക്കുവാണല്ലോ ആ അവിടെ നിന്ന് നോക്കുവോ ആയിക്കോട്ടല്ലേ? മടിയാ വരാൻ മിറ്റടിക്കാൻ പോവാ. ഇങ്ങോട്ട് വന്നിട്ടില്ലേ പിന്നെ പിന്നെ എന്നാ അങ്ങോട്ട് പോവുക മിറ്റടിക്കാൻ പോവാ. അമ്മ എപ്പോഴൊക്കെ ഉണ്ടോ ഏ ആരാ? അമ്മയും ചാച്ചനൊക്കെ ഉണ്ടോ അമ്മയുണ്ട്, ചാച്ചനില്ല. ചേട്ടനിയന്മാരാണോ നിങ്ങൾ എത്ര പേര് ആ ഞങ്ങൾ രണ്ടുപേരും ചേട്ടനാ. അമ്മയുടെ മക്കളല്ലേ? ഏ അമ്മയുടെ മക്കളല്ലേ? എത്ര പേരുണ്ട് നിങ്ങൾ ഞങ്ങൾ 3-4 പേരുണ്ട്. എത്ര 4 പേരുണ്ടെന്നേ. 4 ആ 4 ആണുങ്ങളാ ഇല്ല, അല്ലേ 4-1 പെണ്ണല്ലേ? പെണ്ണ് എത്രയുണ്ട് പെണ്ണ ഒരാളല്ലേ ഉള്ളൂ. ഒന്നോ അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? രണ്ടോ അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? എനിക്കോ ആ എനിക്ക് പെണ്ണും ആണുമായിട്ട് 4 ഉണ്ട് ആ 4 ആ 4 പെട്ടതാ ഞങ്ങൾ 2 ചായ കുടിച്ചോ? ആ നീ വീട്ടിലേക്ക് പോവില്ല ആണോ? ഏത് വീട്ടിലോട്ടാ? ഏത് വീട്ടിലോട്ടാ പോണേന്ന്? ഏത് വീട്ടിലോട്ടാന്ന്? എൻ്റെ വീട്ടിലോട്ട് ഏതാ? അതങ്ങനെ ഇവിടെയുണ്ട് വീട്ടിൽ വരണേ? കുതിരക്കട്ട ഞാറോളം ആ ഇത് ഉത്തരക്കട്ട ഞാറുകളാ. ഇതും ഇതും ആ അതെ ആ ഇതൊക്കെ എങ്ങനെയാ ആ അയ്യോ ഇരിക്കണം വേണ്ട എന്നാ പോയിരുന്നോ? എവിടെ ഒന്ന് ഇരിക്കണം കണ്ണറിയാൻ നല്ലത് വരുക പിന്നെ വേറെ സ്ഥലമൊക്കെ ആയിരുന്നു അതൊക്കെ ഈ ചെറുക്കാട്ടെ. ഇതൊക്കെ ഉം? ഇതൊക്കെ നേരത്തെ നമ്മുടെ ആയിരുന്നല്ലോ ആ ആ നമ്മുടെ ഉണ്ടായിരുന്നു. നമ്മൾ എൽസീനെ കെട്ടിക്കാൻ പറ്റല്ലേ? കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇതല്ലേ? പിന്നെ അത് കൊടുത്തായിരിക്കും കൊടുത്തു. കാപ്പി കുടിച്ചിട്ട് എപ്പോഴാ വീട്ടിലോട്ട് പോണേ? വീട്ടിലോട്ട് എപ്പോഴാ പോണേ? എപ്പോഴാ ഒന്നറിയത്തില്ല പിന്നെ ഞങ്ങളുടെ സ്ഥലം ആ വീട്ടിൽ ആരും ഇല്ലേ? ഇല്ലാത്ത പോലെയാണ് വാതിൽ കിടക്കണം വാതിൽ തുറന്നല്ലേ കിടക്കണേ? ഇത് കാര്യമൊന്നും വിലയ്ക്കുന്നില്ലല്ലോ ആ അത് കൊടുക്കാറാകുന്നേ ഉള്ളൂ. വളം പോരായിരിക്കും ഞാൻ പോവാ. ഞാനങ്ങ് പോവാ. അപ്പോൾ ആ പിള്ളേരവിടെ കണ്ട് ഒച്ചതൊക്കെ ഉണ്ടല്ലോ എവിടെ? അവിടെ പിള്ളേരൊന്നുമില്ല, ഒച്ചവൊക്കെ. പിള്ളേരില്ലേ അത് വലിയ പിള്ളേരാ, കൊച്ചു പിള്ളേരല്ല. പിള്ളേരില്ലേ ആ വലിയ പിള്ളേരല്ലേ? ഏ കൊച്ചു പിള്ളേരാരും ഇല്ല. എത്ര പേരുണ്ട് 2 പേര്. പിള്ളേര് എന്നാ പ്രായമുണ്ട് പഠിക്കുമല്ലേ? 17 വയസ്സായി. 18 വയസ്സായോ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.